ഒരുപാട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നുവെങ്കിലും വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയായിരുന്നു ടോണി ബ്ലെയർ. ഒരുപക്ഷെ ഓൾമോസ്റ്റ് എല്ലാ ഇന്ത്യക്കാർക്കും ഇദ്ദേഹത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഇന്ത്യക്കാർക്കും ഇദ്ദേഹത്തെ അറിയാമായിരിക്കണം. കാരണം 1997 മുതൽ 2007 വരെ ഏതാണ്ട് 10 വർഷക്കാലത്തോളം ബ്രിട്ടൻ ഭരിച്ചിരുന്ന ലോക പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ടോണി ബ്ലെയർ. അദ്ദേഹം 2050 ലോകക്രമത്തെക്കുറിച്ചും രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു ഒരു കൃത്യമായിട്ടുള്ള ഒരു വിശകലനം നടത്തിയിട്ടുണ്ട്. 2050 ലോകത്ത് 3 ശക്തികളായിരിക്കും ഉണ്ടാവുക. 3 ലോക ശക്തികളായിരിക്കും ഉണ്ടാവുക. ആ 3 ശക്തികളിൽ ഒന്ന് ഇന്ത്യ ആയിരിക്കും. മറ്റൊന്ന് ചൈനയും കൂടാതെ അമേരിക്കയുമായിരിക്കും ആ ശക്തികൾ എന്നാണ് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ പറയുന്നത്. 2050 ലോകശക്തികൾ എന്നാണ് അദ്ദേഹം വ്യക്തമായും പറഞ്ഞിരിക്കുന്നത്. ആഗോള നേതാക്കൾ മുന്നോട്ട് നയിക്കുന്ന സങ്കീർണമായ ഒരു ലോകക്രമം സൃഷ്ടിക്കപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ വെളിപ്പെടുത്തൽ. ഈ 3 രാജ്യങ്ങൾ രൂപപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഈ 3 രാജ്യങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മൾട്ടി പോളാർ ലോകവുമായിട്ട് രാഷ്ട്രങ്ങൾ പൊരുത്തപ്പെട്ടു പോകണമെന്നാണ് ടോണി ബ്ലെയർ രാഷ്ട്രങ്ങളോട് ആവശ്യപ്പെടുന്നത്. അതായത് ഈ 3 രാജ്യങ്ങൾ ഒഴികെയുള്ള ലോകരാജ്യങ്ങളോട് ബ്രിട്ടന്റെ മുൻ പ്രധാനമന്ത്രി പറയുന്നത് 2050 ആകുമ്പോൾ ഇന്ത്യയും ചൈനയും അമേരിക്കയും സൃഷ്ടിക്കുന്ന ഒരു മൾട്ടി പോളാർ വേൾഡ് ആയിരിക്കും ഉണ്ടാവുക. അതിനോട് നിങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു പോവുക. ഇത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ടോണി ബ്ലെയർ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. തന്റെ കാലഘട്ടത്തെ അല്ലെങ്കിൽ തന്റെ ഭരണകാലത്തേക്കാൾ വളരെ സങ്കീർണമാണ് നിലവിലെ ആഗോള ഭൂപ്രകൃതി. അമേരിക്കയായിരുന്നു അന്നത്തെ ലോകശക്തിയായി കണക്കാക്കപ്പെട്ടിരുന്നത്. എന്നാൽ ചൈനയുടെയും ഇന്ത്യയുടെയും ഉയർച്ച ഇതിനൊരു മാറ്റം കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മധ്യേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ, പ്രത്യേകിച്ച് ഹിസ്ബുള്ള ഇസ്രായേൽ പ്രശ്നങ്ങൾ ഒരു വിശാലമായ യുദ്ധത്തിലേക്ക് നയിച്ചേക്കുമെന്നും ടോണി ബ്ലെയർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇസ്രായേലിനും പാലസ്തീനും ഇടയിൽ സമാധാനത്തിനുള്ള ഏക പ്രായോഗിക മാർഗം ദ്വിരാഷ്ട്ര പരിഹാരമാണ് എന്നും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. ഇന്ത്യ 2050 ലോകശക്തിയാകുമെന്ന് ഒരു സായിപ്പ് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി പറയുമ്പോൾ നമ്മൾ അങ്ങ് പുളകം കൊണ്ട് മതിമറന്നു പോവുകയല്ല, മറിച്ച് അതൊരു യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ ഇന്ത്യക്കാരും മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഈ അടുത്തിടെ ഈ ഏഷ്യയിലെ പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങളുടെ ഒരു പട്ടിക പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ ഒരു ഓസ്ട്രേലിയൻ റിസർച്ച് ഒരു സ്ഥാപനമാണ് ആ ഒരു പട്ടിക പുറത്തുവിട്ടത്. അപ്പോൾ അങ്ങനെ ഒരു പട്ടിക പുറത്തുവിട്ട സമയത്ത് ഇന്ത്യ 3rd പൊസിഷനിലെത്തി. ഫസ്റ്റ് പൊസിഷനിൽ അമേരിക്ക, സെക്കൻഡ് പൊസിഷനിൽ ചൈന, തേർഡ് ഇന്ത്യ. നോർമലി ജപ്പാൻ അല്ലെങ്കിൽ റഷ്യയാണ് 3rd പൊസിഷനിൽ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ത്യ 3rd പൊസിഷനിലായി. അപ്പോൾ ഏഷ്യയിൽ ഈ 3ാമത്തെ പൊസിഷനിലാണെന്ന് പറയുന്നുവെങ്കിലും ലോകത്ത് ശരിക്കും പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 3ാം സ്ഥാനത്ത് തന്നെയാണ്. എന്നാൽ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഈ നമ്മുടെ എസ് ജയശങ്കർ ഈ അടുത്തിടെ പറഞ്ഞതുപോലെ ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത്, ഈ റാങ്ക് ചെയ്യുന്നത് വെസ്റ്റേൺ രാജ്യങ്ങളാണ്. വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് ഇന്ത്യയെ ഇപ്പോഴും ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു മടിയുണ്ട്. കാരണം ഇന്ത്യയിൽ ഇപ്പോഴും ചേരികളുണ്ട്. അവരുടെ കാഴ്ചപ്പാടിലുള്ള ഒരു വികസിത രാഷ്ട്രമല്ല ഇന്ത്യ. ഇന്ത്യ വികസ്വര രാജ്യമാണെങ്കിൽ പോലും അവരുടെ കാഴ്ചപ്പാടിലുള്ള രീതിയിലല്ല ഇവിടുത്തെ വികസനം. ഇപ്പോൾ ഇന്തോനേഷ്യയോ ഫിലിപ്പീൻസിനെയോ വേണമെങ്കിൽ പോലും അവർ ഇന്ത്യയേക്കാൾ ബെറ്റർ ആണെന്ന് പറയും. ശരിയാണ്, ഇന്ത്യയുടെ വൈവിധ്യമല്ല ഈ രാജ്യങ്ങളിലൊന്നും. ഇന്ത്യയിൽ ചേരികളുമുണ്ട്, യൂറോപ്പിനെ വെല്ലുന്ന പ്രദേശങ്ങളുമുണ്ട്, ഗ്രാമങ്ങളുമുണ്ട്. അപ്പോൾ ഇന്ത്യ തികച്ചും ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ത്യ അങ്ങനെ ഒരേ രീതിയിൽ കാണാനായിട്ട് പറ്റില്ല. ഇന്ത്യ ശരിക്കും ആഫ്രിക്കയെ പോലെ അല്ലെങ്കിൽ യൂറോപ്പിനെ പോലെ പല പല കൾച്ചേഴ്സ് ഉള്ള, വ്യത്യസ്തമായ കൾച്ചേഴ്സ് ഉള്ള ഒരു വിശാലമായ ഭൂഖണ്ഡത്തിന് തുല്യമായ ഒരു പ്രദേശമാണ്. അതിൻ്റെ സൈസ് ഒരല്പം കമ്പയർ ചെയ്യുമ്പോൾ ചെറുതാണെന്ന് മാത്രം, ഇപ്പോൾ ആഫ്രിക്കയുമായും യൂറോപ്പിനുമായിട്ടും കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ അത് മാറ്റി നിർത്തിയാൽ ഇന്ത്യ വളരെ വ്യത്യസ്തമായ കൾച്ചേഴ്സ് ഉള്ള ഒരു രാജ്യമാണ്. ഇവിടെ വ്യത്യസ്ത തരം മനുഷ്യരുമുണ്ട്. അപ്പോൾ ഇന്ത്യ നമുക്ക് ഓരോ കാഴ്ചപ്പാടിൽ ഓരോ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ ഇന്ത്യ വ്യത്യസ്തമായി നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ യൂറോപ്യൻസ് ഇന്ത്യയെ കാണുന്ന രീതിയിലുള്ള ഒരു വ്യത്യാസം ഇതിനകത്തുണ്ട്. മാത്രമല്ല ഇന്ത്യയുടെ പവർ, ശരിക്കും എന്താണ് ഇന്ത്യയുടെ സ്ട്രെങ്ത് എന്നുള്ളത് കൃത്യമായി അനലൈസ് ചെയ്യാനായിട്ട് വെസ്റ്റേൺ രാജ്യങ്ങൾ നേരത്തെ വളരെയധികം പരാജയപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് ലോകം തിരിച്ചറിയുന്നുണ്ട് ഇന്ത്യയുടെ ആഗോള തലത്തിലുള്ള സ്വാധീനം എന്താണ് എന്നത്. റഷ്യയേക്കാൾ പവർഫുൾ ആണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ പലർക്കും അതൊരു നെറ്റിച്ചുളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാം.
പക്ഷെ അതൊരു സത്യമാണ്. അത് എക്കണോമിക് സ്ട്രെങ്ത് മാത്രമല്ല, നമ്മുടെ ഗ്ലോബൽ ഇൻഫ്ലുവൻസും ഒരു പ്രധാന ഘടകമാണ്. ഈവൻ നമ്മുടെ പോപ്പുലേഷൻ പോലും ഈ 142 അല്ലെങ്കിൽ 145 ബില്യൺ പോപ്പുലേഷൻ എന്ന് പറയുന്നത് സത്യത്തിൽ റഷ്യയ്ക്കും ജപ്പാനും ഒക്കെ ഇന്ത്യയോട് അസൂയ തോന്നുന്നതും അതുകൊണ്ടാണ്. നമ്മളെപ്പോഴും നമ്മൾ ഒരു കാലത്ത് നമ്മളും പറഞ്ഞുകൊണ്ടിരുന്നു ഈ പോപ്പുലേഷൻ എന്തൊരു പ്രശ്നമാണ്, എന്തൊരു ശല്യമാണെന്ന്. പക്ഷേ ഈ പോപ്പുലേഷൻ ഇന്ന് ലോകം തിരിച്ചറിയുന്നു ഇതൊരു സ്ട്രെങ്ത് ആണെന്ന്. ചൈനീസ് പ്രസിഡന്റിനും റഷ്യൻ പ്രസിഡന്റിനും ജാപ്പനീസ് പ്രധാനമന്ത്രിക്കും അവരുടെ ജനങ്ങളോട് നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ കുട്ടികളെ ഉണ്ടാക്കൂ, നമുക്ക് യുവാക്കളെ ആവശ്യമാണ്, നമ്മുടെ പോപ്പുലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയേണ്ടി വരുന്നതും അവിടെയാണ്. ഇന്ത്യക്കാർക്ക് പിന്നെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന കാര്യം ഇതായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വന്നാൽ, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വരുന്ന വർഷങ്ങൾ നമുക്ക് വളരെയധികം ഒരു ഒരു സുവർണ കാലഘട്ടം എന്ന് പറയാവുന്നതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി എന്തൊക്കെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായാലും വരും വർഷങ്ങളിൽ ഇന്ത്യ തന്നെ ഒരു മേജർ പവറായിട്ട് മാറാൻ പോകുന്നു എന്ന് നമുക്ക് ഉറച്ചു തന്നെ നമുക്കിന്ന് പറയാൻ സാധിക്കും. ഇപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ടോണി ബ്ലെയറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിനെ മുൻനിർത്തി മാത്രമല്ല നമ്മളിത് പറയുന്നത്. ഒരുപാട് ഏജൻസികൾ, അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ തന്നെ ഇതിനെക്കുറിച്ച് പലപ്പോഴായി പ്രതിപാദിച്ചിട്ടുണ്ട്. 2050 അല്ലെങ്കിൽ 2040 ശേഷം ലോകത്തെ മേജർ പവേഴ്സിലൊന്ന് ഇന്ത്യ ആയിരിക്കും. അത് കേവലം ഭൂമിയിൽ മാത്രമല്ല, സ്പേസിലും മറ്റ് പ്ലാനറ്റുകളിലും അടക്കം വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു വൻ ശക്തിയായിട്ട് നമുക്ക് മാറാൻ സാധിക്കുമെന്ന് തന്നെയാണ് പൊതുവെ ലോകം ഇന്ന് ഉറച്ചു വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദത്തിന് റഷ്യയും അമേരിക്കയും ഒക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. ഇന്ത്യയുമായി വലിയ സംഘർഷങ്ങളില്ലാതെ പോകാൻ ചൈന തീരുമാനിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.